ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ അന്ത്യാധ്യായത്തിൻ്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു. യേശു ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി അരയിൽ കെട്ടിയിരുന്നതായ തോർത്തെടുത്ത് തുവർത്തിയതിനു ശേഷം ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. പെസഹ എന്ന വാക്കിനർത്ഥം കടന്നുപോകൽ എന്നാണ്. അത്താഴത്തിന് ശേഷം വീണ്ടും യേശു ശിഷ്യന്മാരോട് ഇപ്രകാരം അനുശാസിക്കുന്നുണ്ട്: നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. പുതിയ നിയമത്തിലെ പെസഹയുടെ പിന്തുടർച്ചയാണ് ക്രൈസ്തവരുടെ പെസഹ ആചരണം. വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും അപ്പവും വീഞ്ഞും എന്ന രൂപത്തിൽ നൽകുന്ന ചടങ്ങിൻ്റെ പശ്ചാത്തലം യേശുവിൻ്റെ അന്ത്യാധ്യായവുമായി ബന്ധപ്പെട്ടതിനാൽ നമ്മൾ പെസഹ വ്യാഴം കുർബാന സ്ഥാപിച്ച ദിനമായും വിശുദ്ധ പൗരോഹിത്യത്തിൻ്റെ ദിനമായും ഈ ദിവസം നമ്മൾ ആചരിക്കുന്നു. ആമീൻ.